മധുപകരൂ നീ താരകേ. ഞാൻ ആക്ച്വലി ദൈവത്തിനെ ചോദ്യം ചെയ്ത് പിന്നീട് എൻ്റെ അനുഭവം കൊണ്ട് ദൈവവിശ്വാസിയായ ആളാണ്. ആ പൈങ്കിളിയാണ് ഇപ്പൊ ക്രിഞ്ചായത്. അത്രേ ഉള്ളൂ. അച്ഛൻ സെയിം ആണ്. ബേസിയുടെ കാര്യത്തിൽ എനിക്കിടയ്ക്ക് ഭയങ്കര ടെൻഷൻ തോന്നാറുണ്ട്. ഒരു ഫെയിലിയറിന് ശേഷം നമുക്ക് ആൾക്കൂട്ടത്തിലേക്ക് പോകാൻ തന്നെ മടിയായിരിക്കും. സിനിമ ഏത് പ്രായത്തിലും ചെയ്യാം. പക്ഷെ ലൈഫിലെ ചില സാധനങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായാൽ അത് മിസ്സായതാണ്. 73 ടോപ്പ് ഓഫ് ദ ഗെയിം. വേറെന്താ വേണ്ട? എല്ലാവരും പൃഥ്വിരാജ് അല്ലല്ലോ. എല്ലാവർക്കും അങ്ങനെ ആവാനും പറ്റൂലല്ലോ. ഈ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരെന്ന് പറയുമ്പോഴാണ് ഞാൻ വിനീതേട്ടനെ ഇൻ്റർവ്യൂ ചെയ്യുന്നതിന് മുമ്പ് ബേസിലിനോടും അച്ചുചേട്ടനോടും ദർശനോടൊക്കെ സംസാരിച്ചിരുന്നു. അപ്പം ബേസിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ വലിയ തിരക്കുകൾക്കിടയിലൊക്കെ ആയി ഇങ്ങനെ വിട്ടുപോകുമ്പം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട പണ്ടത്തെ പഴയ ആൾക്കാരുമായിട്ട് നമ്മൾ കീപ്പ് ഇൻ ടച്ച്, അവരുടെ കാര്യങ്ങൾ തിരക്കുക, അന്വേഷിക്കുക എന്നൊരു കാര്യങ്ങൾ ചിലപ്പോൾ വിട്ടുപോകും. പക്ഷെ ബേസിലിന് ഏറ്റവും അടുത്തുണ്ടായ ഒരു അനുഭവത്തിൽ പോലും വിനീതേട്ടൻ അത് ഓർത്ത് അതറിഞ്ഞ് വിളിച്ച് അയ്യോ ഓക്കെ എന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട്, അങ്ങനെ സംസാരിക്കുന്നുണ്ട്. അത് വളരെ അപൂർവം ആൾക്കാരെ കൊണ്ടേ പറ്റുള്ളൂ. ഇതെങ്ങനെയാണ് ഓർത്തു വെക്കുക, സംസാരിക്കുക? അത് ഒരു അങ്ങനെ വേണം എന്ന് മനഃപൂർവ്വം ഉള്ളിലുണ്ടോ? ബേസിയുടെ കാര്യത്തിൽ എനിക്കിടയ്ക്ക് ഭയങ്കര ടെൻഷൻ തോന്നാറുണ്ട്. കാരണം അവൻ എടുക്കുന്ന ഒരു സ്ട്രെസ്സ് ഇപ്പോൾ പുറത്ത് നമ്മൾ കാണുമ്പോൾ ഒരു ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ ആൾക്കാർ അവനെ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നമുക്ക് സന്തോഷമാണ്. പക്ഷേ അവൻ അനുഭവിക്കുന്ന ഒരു സ്ട്രെസ് ഉണ്ടല്ലോ, അത് കുറച്ചൊക്കെ നമുക്ക് അറിയുന്നതുകൊണ്ട് ഞാനിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ അവനോട് ചോദിക്കും, എടാ എല്ലാം ഓക്കെ ആണോ എന്നൊക്കെ പറഞ്ഞിട്ട്. അത് കാരണം അവൻ ആവശ്യത്തിൽ കൂടുതൽ വർക്ക് ചെയ്യുന്നുണ്ട്. അത്രയധികം കാര്യങ്ങൾ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവനതിന് കേപ്പബിളാണ്, അല്ല എന്നല്ല പറയുന്നത്. പക്ഷെ ഒരാൾ അങ്ങനെ ചെയ്യുമ്പോൾ എല്ലാവരും പൃഥ്വിരാജ് അല്ലല്ലോ. എല്ലാവർക്കും അങ്ങനെ ആവാനും പറ്റൂലല്ലോ. അത് വേറൊരു മനുഷ്യനാണ്, അത് നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന മനുഷ്യനാണ്. പക്ഷെ ബേസി കാരണം ബേസി എൻ്റെ കൂടെ തിരയിൽ വന്ന് ജോയിൻ ചെയ്യുമ്പോൾ ഒരു ഒരു പാവം പിടിച്ചൊരാളാണ് അവൻ സുപ്രീംലി ടാലൻറ്റഡ് ആണ്, നോ ഡൗട്ട്. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ ഒരാൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ അയാൾക്ക് ഉണ്ടാവുന്ന ഒരു സ്ട്രെസ് ഉണ്ടല്ലോ, അതിനെ പറ്റിയിട്ട് നമ്മൾ ചോദിക്കണ്ടേ. നമ്മുടെ അടുത്തുള്ള ഒരാളാണ് അത്. മനഃപൂർവ്വം അങ്ങനെ ആൾക്കാരുമായിട്ട് ഇങ്ങനെ ഒരു കാര്യം ഉള്ളിൽ വെച്ചിട്ട് അവരുടെ കാര്യങ്ങൾ. അല്ല, എനിക്കിത് തലയിൽ ഓടിക്കൊണ്ടിരിക്കും. ഓക്കെ ആണോ, ഓക്കെ ആയിരിക്കുമോ? അപ്പോൾ ഞാൻ ഇടയ്ക്ക് വിളിച്ച് ചോദിക്കും. അത് ബേസിയുടെ അടുത്ത് മാത്രമല്ല, ആക്ടേഴ്സിൻ്റെ അടുത്താണെങ്കിലും എനിക്കിങ്ങനെ ഉള്ളിൽ തോന്നിക്കഴിഞ്ഞാൽ ഞാൻ വിളിച്ചിട്ട് ഞാനിങ്ങനെ എടാ എല്ലാം ഓക്കെ ആണോ. അപ്പോൾ അത് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അടുപ്പം. അജുചേട്ടനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞാണ് ഇത്രമാത്രം ഗ്രീഡി ആവാതെ ഇത്ര ഹമ്പിളായിട്ട്, അല്ലെങ്കിൽ ഒരുപാട് സിനിമകൾ അങ്ങനെ ചെയ്തു കൂട്ടേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ള രീതിയിൽ നിൽക്കാൻ പറ്റുന്നത് ഇപ്പോഴും എങ്ങനെയാണ് എന്നുള്ളത് ആലോചിക്കാറുണ്ട് എന്ന് തോന്നുന്നു. അല്ല, വേണമെങ്കിൽ അപ്പോൾ അത് ആലോചിക്കുമ്പോൾ വേണമെങ്കിൽ വേറൊരു നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് എടുത്ത്, അല്ലെങ്കിൽ ഏത് രീതി വേണത് എക്സ്പ്ലോർ ചെയ്ത് പോകുന്ന ആളാണ്. പക്ഷേ ഈ ഹൃദയത്തിൽ നിന്ന് സിനിമ ചെയ്യുക എന്നുള്ള ഒരു സംഭവം ഉള്ളിൽ വെച്ചിട്ട് ഈ ബിസിനസ്സിനകത്ത് നിൽക്കുക എന്നുള്ളൊരു തീരുമാനം. ഞാൻ അത്ര ആംബീഷ്യസ് അല്ല വേണു, അതാണ് അതിൻ്റെ കാര്യം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് കാര്യം. ഞാൻ ഇവരാരുടെ അത്ര ആംബീഷ്യസ് അല്ല. ഇപ്പം ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അടുത്തൊരു 10 വർഷം എനിക്ക് എത്രത്തോളം പിള്ളേരുടെ അടുത്തും ദിവ്യയുടെയും പിള്ളേരുടെ അടുത്ത് നിൽക്കാൻ പറ്റുമോ, അത് മിസ്സാവാതെ എൻ്റെ വർക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ട് ഞാൻ ചിന്തിക്കുന്നത് അങ്ങനെയാണ്. അതിന് ഞാൻ ചില വഴികളും കണ്ടുപിടിച്ച് ഇപ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ ഞങ്ങളുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മൊത്തം വീട്ടിൽ നിന്നായിരുന്നു ചെയ്തത്. ട്രെയിലർ കട്ട് ചെയ്ത് എൻ്റെ വീട്ടിൽ വെച്ചാൽ. അപ്പോൾ ഇവരെല്ലാവരും ടെക്നീഷ്യൻസ് എല്ലാവരും വീട്ടിൽ വന്ന്, അപ്പോൾ അവർക്ക് നമ്മൾ മുറിയൊക്കെ വെച്ച് ഞാൻ അവർക്ക് രാവിലെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് എല്ലാവരും ഇരുത്തി. അപ്പോൾ അവർ വീട്ടിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ അമൃത്തിൻ്റെ 2 കൂട്ടുകാരും ഉണ്ട്. അവർ 3 പേര് കൂടിയിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്നത്. ഇടയ്ക്ക് ലൈവ് മ്യൂസീഷ്യൻസിൻ്റെ റെക്കോർഡ് ചെയ്യേണ്ട സമയത്ത് അവർ സ്റ്റുഡിയോയിലേക്ക് പോകും. വോക്കൽസൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ എടുക്കും. ഇപ്പോൾ ട്രെയിലർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിതിനും കെവിനും കഡ്സില അവർ വീട്ടിലേക്ക് വന്നു. അവർ വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുന്നു. തിങ്ക് മ്യൂസിക്കിൻ്റെ മീറ്റിംഗ് മൊത്തം അവർ ചെന്നൈയിലായതുകൊണ്ട് എനിക്ക് അതും സൗകര്യമാണ്. അവർ വീട്ടിൽ വന്നിട്ടാണ് നമ്മുടെ മീറ്റിങ്സ് എല്ലാം. അപ്പോൾ അങ്ങനെ കഴിയുന്നത്രയും സമയം എങ്ങനെ
ഇത് നമ്മുടെ സ്പേസിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചെന്നൈ റിലേറ്റഡ് ആയിട്ട് ട്രോളുകൾ ഉണ്ടാക്കി 2018 കാര്യത്തിൽ പോലും അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈമിലാണ് ഈ സിനിമ അനൗൺസ് ചെയ്യുന്നത്, മദ്രാസ്. അപ്പൊ ഇതുകൂടെ കേൾക്കുമ്പോൾ മുഴുവൻ ടെക്നീഷ്യൻസിനെയും സിനിമ തന്നെ പോസ്റ്റ് പ്രൊഡക്ഷൻ തന്നെ ചെന്നൈയിലെ വീട്ടിലേക്ക് പറ്റി. എന്താണ് ഈ ചെന്നൈ താമസിക്കുകയും ചെന്നൈയിൽ തന്നെ ഒരു അഡ്രസ്സ് വേണമെന്ന് തോന്നാൻ കാര്യം? അല്ല, അങ്ങനെയൊന്നുമില്ല. ഞാനിപ്പോൾ പഠിച്ചത് എൻ്റെ +1 +2 എൻജിനീയറിങ് ആ ഒരു പീരീഡ് മൊത്തം അവിടെയാണല്ലോ. അപ്പോൾ എനിക്കത് പിന്നെ നമ്മളെ എല്ലാവർക്കും അറിയില്ലല്ലോ വിനു. അതിൻ്റെ ഒരു സ്വാതന്ത്ര്യം ഭയങ്കരമായിട്ടുണ്ട്. എനിക്ക് എങ്ങനെ വേണമെങ്കിലും നടക്കാം, എന്നെ ആരും മൈൻഡ് ചെയ്യില്ല. പക്ഷേ ഈ OTT പടം വരാൻ തുടങ്ങിയപ്പോൾ ഇപ്പോൾ ആൾക്കാർക്ക് അവിടെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച മറ്റേ ഫീനിക്സ് മോളിൽ പോയപ്പോൾ മുകുന്ദൻ ഉണ്ണി മുകുന്ദൻ എന്നാ പറയാ എല്ലാവരും. സാർ ഉണ്ണി മുകുന്ദൻ പാത്ത് സാർ. അയ്യോ, OTT 2018 മുകുന്ദൻ ഉണ്ണി, ഈ 2 പടത്തിന് ശേഷമാണ് കൂടുതൽ ആൾക്കാർ. അതുവരെ എനിക്ക് മദ്രാസിൽ നമ്മൾ ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ മലയാളികൾ തിരിച്ചറിയും. ചില ആൾക്കാർ ഓം ശാന്തി ഓശാനല്ലേ, പിന്നെ ജേക്കബിൻ്റെ സ്വർഗരാജ്യമൊക്കെ കണ്ടിട്ട് നിവിൻ പോളി പടത്തിലെ ആക്ടർ തന്നെ നീങ്ക എന്നൊക്കെ ചോദിക്കും. അത് ഞാനാ ഡയറക്റ്റ് ചെയ്യുന്നതൊന്നും അവർക്കറിയില്ല. അങ്ങനെ അറ്റത്തറ്റത്തുള്ള ചില തിരിച്ചറിയലുകൾ മാത്രമേ ഉള്ളൂ. ഇപ്പോഴാണ് കൂടുതൽ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങിയത്. സ്വാതന്ത്ര്യം പോയി തുടങ്ങിയത് ഇപ്പോഴാണ്, ഒരു 2 years ആയിട്ടുള്ളൂ. അതുവരെ എനിക്ക് അങ്ങേയറ്റ സർവ്വസ്വാതന്ത്ര്യത്തോടു കൂടിയിട്ട് ഞാൻ ജീവിക്കുന്ന ഒരു സ്ഥലമാണ് ചെന്നൈ. അത്രയേ ഉള്ളൂ, ഫ്രീഡം മെയിനായിട്ട്. കണ്ണൂർ എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ ദിവ്യയ്ക്ക് മെസ്സേജ് ചെയ്തപ്പോൾ തിരിച്ചു വന്ന വിഹാൻ്റെതാണ് ആദ്യത്തെ മെസ്സേജ്, വാട്സപ്പ് മെസ്സേജ് എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റാ ഫീഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഗ്രോത്തിൽ അത് എൻജോയ് ചെയ്യുന്നുണ്ടോ, അത് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടോ? അയ്യോ, ഭയങ്കരമായിട്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് കൂടുതൽ സമയം അവിടെ ഉണ്ടാവണം എന്ന് ആഗ്രഹമുണ്ട്. കാരണം ഇതൊരു കുട്ടികൾ പെട്ടെന്ന് വളരുമല്ലോ. ഇപ്പം നമ്മൾ കുട്ടിയായിരുന്ന സമയത്ത് നമുക്ക് ആ 10 വർഷമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാനൊരു അച്ഛനായതിനു ശേഷം കഴിഞ്ഞ 7 വർഷം പോയത് റോക്കറ്റ് പോലെ പോയത്. നമ്മൾ കുഞ്ഞായിരുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യുന്ന ടൈമും നമ്മൾ വലുതാവുമ്പോൾ ഫീൽ ചെയ്യുന്ന ടൈമും രണ്ടും അത്. അപ്പോൾ ഞാൻ ആലോചിക്കുന്ന അടുത്ത 10 വർഷം പടയെന്ന് പറഞ്ഞു പോകും. അപ്പോൾ കുറേ സിനിമകൾ ചെയ്യാന്നുള്ളതിനേക്കാളും വോളിയൂം ഓഫ് വർക്ക് കുറച്ചിട്ട് കഴിയുന്നത്രയും അവിടെ ഉണ്ടാവുക. ഹെൽത്ത് ഉണ്ടെങ്കിൽ നമുക്ക് ഏത് കാലത്തും സിനിമ ചെയ്യാം. ഹെൽത്ത് ഉണ്ടായാൽ മതി. ആരോഗ്യം ഉണ്ടെങ്കിൽ, ആരോഗ്യമുള്ള ശരീരവും ആരോഗ്യമുള്ള മനസ്സും, ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിന്റ് ഈസ്റ്റ്വുഡിനെ കാണുന്നില്ലേ, മാർട്ടിൻ സ്കോർസെസി, ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ടല്ലോ നമ്മുടെ മുമ്പിൽ. മമ്മൂട്ടികളിൽ കാണുന്നില്ല. എൻ്റെ അമ്മ വേറെ എക്സാമ്പിൾ എന്തിനാ ചെയ്തുകൊണ്ടിരിക്കല്ലേ. 73 ടോപ്പ് ഓഫ് ദ ഗെയിം, വേറെന്താ വേണ്ട. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ മുമ്പിൽ എക്സാമ്പിൾസ് ആയിട്ടുണ്ടല്ലോ. അപ്പോൾ സിനിമ ഏത് പ്രായത്തിലും ചെയ്യാം. പക്ഷേ ലൈഫിലെ ചില സാധനങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായാൽ അത് മിസ്സായതാണ്. അത് മിസ്സാവരുതെന്നുണ്ട് എനിക്ക്. നമ്മുടെ കഴിഞ്ഞ ഇൻ്റർവ്യൂ അങ്ങനെ പറയുകയാണെങ്കിൽ ബാക്കിയുള്ളവരെക്കാളും കൂടുതൽ ആർത്തിയുള്ള ആൾ ഞാനാണ്. എൻ്റെ ആർത്തി പേഴ്സണൽ ലൈഫിലേക്കാന്ന് മാത്രമേ ഉള്ളൂ. അതെ അതെ അതെ. ഈ 40s കടക്കുമ്പോഴേ ഒരു ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ കടന്നിട്ടില്ല, കടക്കാൻ പോകുന്നു. ഈ കടക്കാൻ പോകുന്ന ഒരു ടൈമിലുണ്ടല്ലോ, അത് ഒരു പീരീഡാണ്, വേറൊരു പീരീഡാണ്. നോട്ടി 40s എന്നൊക്കെ പറയുമെങ്കിലും അതൊരു പീരീഡാണ്. അത് ഏതെങ്കിലും രീതിയിൽ ഉള്ളിൽ ഇങ്ങനെ ഒരു ആലോചനയായിട്ടുണ്ടോ, ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലും വ്യക്തി എന്നുള്ള രീതിയിലും? എനിക്ക് തോന്നുന്നു കുറേ ആൾക്കാരുടെ നമ്മൾ ഹിസ്റ്ററി നോക്കുമ്പോൾ സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള വർക്കുകളെല്ലാം സംഭവിച്ചിട്ടുള്ളത് 40s. അപ്പോൾ 40s ഒരു ഉഗ്രൻ ടൈമാണ്. കാരണം ആ 39 വർഷം ജീവിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് നമ്മുടെ കൂടെ ഉണ്ടാവും. എന്നാൽ നമ്മൾ ഭയങ്കര ഡേറ്റഡായ അവസ്ഥയിലേക്ക് പോയിട്ടും ഉണ്ടാവില്ല. നമുക്ക് യങ്ങർ ജനറേഷനുമായിട്ടും ഇൻട്രാക്ഷൻ ഉണ്ട്, മുകളിലുള്ള തലമുറയായിട്ട് ഇൻട്രാക്ഷൻ ഉണ്ട്. ഈ നടുക്ക് നിൽക്കുന്ന ലോകത്തെ മനുഷ്യന്മാരാണല്ലോ. അത് ആക്ച്വലി നല്ല ടൈമാണ്. നമ്മൾ ഓരോരുത്തരുടെയും കാര്യം എടുത്തു നോക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർ 40 to 50 ബ്ലൂം ചെയ്തിട്ടുള്ള ടൈമാണ്. പക്ഷേ ഇതുകൊണ്ട് പിന്നെ 50 to 70 അടിപൊളിയാണ് പല ആൾക്കാരുടെയും. ലിയം നീസനെയൊക്കെ എടുത്തു നോക്കും. ലിയം നീസൺ, മാർട്ടിൻ സ്കോർസെസി, മമ്മൂട്ടി അങ്കിള്, മോഹൻലാൽ, ലാലങ്കിള്. അപ്പോൾ പണിയെടുക്കുന്ന ആൾക്കാർ ഏത് പ്രായത്തിലും പണിയെടുക്കും. കഴിഞ്ഞ ദിവസം സിബി മലയിൽ സാറിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. മോഹൻലാൽ, മമ്മൂട്ടി ഈ 2 പേരെ പോലെ ഇനി എത്ര ആക്ടേഴ്സും എത്ര ടെക്നീഷ്യൻസും കാലങ്ങളോളം നിലനിൽക്കും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളത്. അപ്പം നിലവിലെ നമ്മുടെ ഇൻഡസ്ട്രിയുടെ ഇത് വെക്കുകയാണെങ്കിൽ
എല്ലാത്തിനും ഭയങ്കര ചെറിയ ടൈം സ്പാനേ ഉള്ളൂ. ആക്ടേഴ്സ് വരുന്നു, ഒരു കുറച്ച് സിനിമകൾ അഭിനയിക്കുന്നു, പോകുന്നു, പുതിയ ആക്ടേഴ്സ് വരുന്നു, വന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പം തന്നെ മാർക്കറ്റുള്ള ആക്ടേഴ്സിനെ ലിസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് ആൾക്കാരെ സെല്ലബിൾ ആയിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അതിനെ എങ്ങനെയാണ് കാണുന്നത് വിനീതേട്ടൻ്റെ സിനിമ ആലോചിക്കുമ്പോൾ? അല്ല, അവരെ പോലെ ഇനിയുള്ള കാലത്ത് ഒരാൾ നിലനിൽക്കണമെങ്കിൽ അയാൾ അത്രയും ഇൻഡസ്ട്രീനെയും സ്വയം അയാളെ മനസ്സിലാക്കി നിൽക്കുന്ന ഒരാളായിരിക്കണം. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അവരെല്ലാവരും സെൽഫ് അവെയർ ആണ്. അവർ സമൂഹത്തിനെ പറ്റിയിട്ടും അവർക്ക് കൺസേൺ ഉണ്ട്. അവർ സെൽഫ് അവെയർ ആണ്. എവിടെ എന്ത് പറയണം, എവിടെ എന്ത് പറയരുത്, എപ്പോൾ എന്ത് കാര്യം ചെയ്യണം, എപ്പോൾ എന്ത് ചെയ്യരുത്, ഇതിനെ പറ്റിയിട്ടൊക്കെ ബോധ്യമുള്ള ആൾക്കാരാണ്. പല സിറ്റുവേഷനിലും നമുക്കത് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്ന ഒരാൾക്ക് നിൽക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു മൈൻഡാണ് എത്ര പേർക്ക് ഉണ്ട് എന്നുള്ളത് അതൊരു ചോദ്യമാണ്. പിന്നെ ഇവരെ കാണുന്നില്ലേ, സക്സസ് വന്നാലും ഫെയിലിയർ വന്നാലും അൺഎഫക്റ്റഡ് അല്ലേ. വീണ്ടും 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 പടങ്ങൾ ചെയ്യുന്നു, ഇടയ്ക്ക് ഫെയിലിയർ ഉണ്ടാവുന്നു, ഇടയ്ക്ക് ഭയങ്കര സക്സസ് ഉണ്ടാവുന്നു. എന്നിട്ട് നമ്മൾ അടുത്തൊരു സ്റ്റേജിൽ കാണുമ്പോൾ അവർക്ക് അതിൻ്റെ യാതൊരു വിധത്തിലുള്ള സ്ട്രെസ്സും ഫീൽ ചെയ്യുന്നില്ലല്ലോ. പക്ഷേ എൻ്റെ ജനറേഷനിലുള്ള പല ആക്ടേഴ്സിനെയും ഞാൻ കാണുമ്പോൾ, ഞാൻ അടക്കം ഉള്ള ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്, ഒരു ഫെയിലിയറിന് ശേഷം നമുക്ക് ആൾക്കൂട്ടത്തിലേക്ക് പോകാൻ തന്നെ മടിയായിരിക്കും. നമുക്കിങ്ങനെ ഒരു ഭയങ്കരമായിട്ടൊരു കുറച്ച് ദിവസത്തേക്ക്, എനിക്കത് കുറച്ച് ദിവസമേ ഉള്ളൂ. പക്ഷേ എനിക്കറിയാവുന്ന ചില ആൾക്കാരുണ്ട്, മാസങ്ങളോളം ഫേസ് ചെയ്യാൻ പറ്റാതെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. എനിക്കൊരു 3-4 ദിവസം കൊണ്ട് റീകൂപ്പ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു മാനസികാവസ്ഥയിലായിട്ടുണ്ട് ഞാൻ. പക്ഷേ മാസങ്ങളും വർഷങ്ങളും എടുക്കുന്ന ആൾക്കാരുണ്ട്. ഇവർക്ക് അടുത്ത ദിവസം ഇവരൊരു സ്റ്റേജിൽ നമ്മൾ കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു ബാക്ക് സ്റ്റേജിൽ കാണുമ്പോൾ തമാശയൊക്കെ അടിച്ച്, അതെങ്ങനെയാണത്? അപ്പോൾ ലൈഫിനെ അങ്ങനെ കാണാൻ പറ്റണം. അപ്പോൾ ഫെയിലിയർ ഉണ്ടാവും, സക്സസ് ഉണ്ടാവും, ആൾക്കാർ നമ്മളെ പറ്റി അത് പറയും ഇത് പറയും, എന്നാൽ കുഴപ്പമില്ല, ഇവിടെ തന്നെ നമ്മൾ ജീവിക്കും, ഇവിടെ തന്നെ സർവൈവ് ചെയ്യും, ഇവിടെ തന്നെ മുന്നോട്ട് പോകും. അതൊരു ഭയങ്കര സ്പിരിറ്റാണ്. ഇത് പറഞ്ഞപ്പോഴാണ് ഈ ക്രിട്ടിക്കലായിട്ട് സിനിമകൾ, ഇപ്പം വിനീതൻ്റെ സിനിമ എന്ന് പറയുമ്പോൾ അതിന് ഓൾറെഡി എക്സ്പെക്റ്റേഷൻ ഉണ്ട്, ഓഡിയൻസ് ഉണ്ട്, അതിനൊരു ട്രാവൽ ഉണ്ട്, അതിനൊരു എന്താണ് ഒരു ഷുവർ ഹിറ്റ് ഏരിയ ഉണ്ട് അതിന്. പക്ഷേ ഇപ്പം ഹൃദയത്തിലെ കണ്ടിട്ട് ചിലർ ക്രിഞ്ച് ആണ് എന്ന് ചില പറച്ചിലുകൾ വന്നിട്ടുണ്ട്. ചില ഏരിയ ഒക്കെ ക്രിഞ്ചാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ എങ്ങനെയാണ് അതിനെ എടുക്കുന്നത്? എനിക്ക് പണ്ടേ കിട്ടാറുണ്ട്. അതായത് ഇപ്പം തട്ടത്തിൻ്റെ സമയത്തൊക്കെ പൈങ്കിളി എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. തട്ടം ഇറങ്ങിയ സമയത്ത്, അതായത് പടം നന്നായിട്ട് തിയേറ്ററിൽ കളക്ട് ചെയ്യുന്നുണ്ട്, ഇത് വെറും പൈങ്കിളി പടമാണ്, ഇതെന്ത് പൈങ്കിളി പടം ചെയ്തിട്ട് പൈങ്കിളി എന്നുള്ള ഒരു സാധനം, ആ പൈങ്കിളിയാണ് ഇപ്പോൾ ക്രിഞ്ചായത്. അത്രയേ ഉള്ളൂ. അച്ഛൻ സെയിം ആണ്. നമ്മുടെ കഥകളൊക്കെ ഒന്നാണ്, കാലഘട്ടം മാറുമ്പോൾ വരുന്ന ടെർമിനോളജി ഡിഫറൻസസ് ആണ് ഇതൊക്കെ. അപ്പോൾ അത്രയേ ഉള്ളത്. അപ്പം അടുത്തത് ആലോചിക്കുമ്പോൾ ക്രിഞ്ചുകൾ വരാതിരിക്കട്ടെ അങ്ങനെയൊക്കെ ആലോചിക്കാറുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഇതിൽ സെൽഫ് ക്രിട്ടിക് ആവാറുണ്ട്? എനിക്ക് തോന്നിയിട്ടുള്ളത് റൊമാൻസ് എക്സ്പ്രസ് ചെയ്യുന്ന ഏരിയയിലാണ് ആൾക്കാർക്ക് ഇത് കൂടുതൽ ഫീൽ ചെയ്യുന്നത്. റൊമാൻസ് എന്ന് പറയുന്നത് ഭയങ്കര പേഴ്സണലാണ് വിനോ. ഇപ്പം എനിക്ക് എൻ്റെ ലൈഫിൽ ഫീൽ ചെയ്യുന്ന അത്രയും റൊമാൻസ് കാണുന്ന ഓഡിയൻസിന് ലൈഫിൽ കിട്ടിയിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ അവരുടെ കോളേജ് കാലഘട്ടത്തിൽ അവരുടെ റിയാലിറ്റി നമ്മുടെ റിയാലിറ്റി ആയിട്ടാണല്ലോ നമ്മൾ കണക്ട് ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു പടം കാണുമ്പോൾ എസ്പെഷ്യലി. അപ്പോൾ അവരുടെ റിയാലിറ്റി കോളേജിൽ റാഗും കിട്ടി, അടിയും കിട്ടി, പെണ്ണും തേച്ചിട്ട് പോയി എന്ന് പറയുന്ന അവസ്ഥയിലൊക്കെ ഉള്ള ഒരാൾ ഇത് കാണുന്ന സമയത്ത് അവനെന്താ തോന്നുക, അവന് ക്രിഞ്ചായിട്ട് തോന്നാലോ. അപ്പോൾ പിന്നെ ചില ഡയലോഗ്സ് ഒക്കെ അങ്ങനെ വേണ്ടായിരുന്നു, മാറ്റി എഴുതായിരുന്നു, ഓക്കെ ഇതിങ്ങനെ പറയണ്ടായിരുന്നു, ഇതിങ്ങനെ പറയായിരുന്നു എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. അത് തോന്നും, എല്ലാം വെറുതെ പറയുന്നതല്ലല്ലോ. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക. ഇത് ഹൃദയം ആക്ച്വലി ഭയങ്കര പേഴ്സണലി നമ്മൾ എങ്ങനെയാണോ നമ്മുടെ എക്സ്പീരിയൻസ് അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടായിരിക്കും അതിൻ്റെ ഒരു ആസ്വാദനം. നമ്മൾ എത്രത്തോളം ക്യാമ്പസ് ലൈഫ് എൻജോയ് ചെയ്തിട്ടുണ്ട്. ചില ആൾക്കാരുണ്ടാവുമല്ലോ, എനിക്ക് നേരിട്ട് മെസ്സേജസ് കിട്ടിയിട്ടുള്ള ആൾക്കാരെ, ക്യാമ്പസിൽ നിന്ന് കല്യാണം കഴിച്ച് സ്റ്റിൽ ഹാപ്പിലി മാരീഡ് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാർക്കൊക്കെ ഹൃദയം അവർ ഭയങ്കര ക്ലോസ് ടു ഹാർട്ടായിട്ട് വെക്കുന്ന സിനിമയായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. വീണ്ടും വീണ്ടും റീവാച്ച് ചെയ്യും. ഞങ്ങൾ വെഡിങ് ആനിവേഴ്സറി വരുമ്പോൾ ഒക്കെ ചുമ്മാ ഇരുന്ന് കാണും. അങ്ങനെ ഒരു ക്രൗഡുണ്ട്. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എഴുതിയവൻ്റെ, ഇത് സംവിധാനം ചെയ്തവൻ്റെ വെറും ഫാൻറ്റസി മാത്രമാണ് ഇതെന്ന് വിചാരിക്കുന്ന ആൾക്ക് നമ്മളോട് ഭയങ്കര എതിർപ്പും തോന്നും. ഇതൊക്കെ ഇതിൻ്റെ പാർട്ട് ആൻഡ് പാർസലാണ്. അങ്ങനെ ഡയറക്റ്റ് പറയുന്ന ആരാ പൊതുവെ? എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്നോട് കൂടെ അഭിനയിക്കുന്ന ആൾക്കാർ. ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് എവിടെയെങ്കിലും ക്രിഞ്ചായിട്ട് തോന്നിയോ?
അപ്പോൾ ചോദിക്കുമ്പോൾ പറയും. ഇപ്പോൾ മൂന്നിന് മണിയുടെ സമയത്ത് ആർഷയൊക്കെ പറഞ്ഞു, ചേട്ടാ ഈ ഡയലോഗ് ക്രിഞ്ചായിട്ട് തോന്നി. ആണോ, വേറെ ഏത് ഡയലോഗ് നിനക്ക് ക്രിഞ്ചായിട്ട് തോന്നി? അപ്പോൾ അവർ പറഞ്ഞു തരും. ആർഷയൊക്കെ പറയും, സത്യസന്ധമായിട്ട് പറയും. പിന്നെ ഞാൻ ഇപ്പം നമ്മുടെ ഹൃദയത്തിൻ്റെ സ്പൂഫ് ചെയ്ത അരുൺ പ്രദീപ് ഇല്ലേ, അരുൺ പ്രദീപ് ഞാനും ഇടയ്ക്ക് ടെക്സ്റ്റ് ചെയ്യുമായിരുന്നു. എനിക്ക് അവൻ്റെ സ്പൂഫ് പരിപാടി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, എടാ ശരിക്കും നിനക്ക് പടം ഇഷ്ടമായിട്ടില്ലേ? ഇല്ല ഏട്ടാ, എനിക്ക് പടം ഭയങ്കര ഇഷ്ടമായി, എനിക്കതിൽ ചില സാധനമൊക്കെ ക്രിഞ്ചായിട്ട് തോന്നി. അപ്പോൾ ഞാൻ ചോദിക്കും, നിനക്ക് ഏതാ ക്രിഞ്ചായിട്ട് തോന്നി? അപ്പോൾ ഈ ഡയലോഗ് ഞാൻ പറഞ്ഞു, കൈവിട്ട വാക്ക് തിരിച്ചു വിളിക്കാൻ പറ്റൂലടാ, ഞാൻ അടുത്തേലും പിടിച്ചോളാം. ഇപ്പം ബേസിൽ ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്തപ്പം കുഞ്ഞിരാമനാക്കി, ഗണേശ് ഡയറക്റ്റ് ചെയ്തപ്പോഴും ഗണേശ് പ്ലേസ് ചെയ്തത് വേറൊരു എക്സെൻട്രിക് ആയിട്ടുള്ള ആളാണ്. അതുപോലെ നമ്മുടെ മുകുന്ദൻ ഉണ്ണിയുടെ ഡയറക്ടർ ചെയ്തപ്പോഴും വേറൊരു മനുഷ്യനായിട്ടാണ് ചെയ്തത്. സത്യത്തിൽ അസിസ്റ്റൻസിനായിരിക്കും ഏറ്റവും അങ്ങനെ അവർ പറയുന്നത്, എന്നെ കണ്ടെഴുതിയതെന്നൊക്കെ പറയുന്നത്. മുകുന്ദൻ ഉണ്ണി ബാധിച്ചിട്ടുണ്ടോ ഏതെങ്കിലും രീതിയിൽ? ഇല്ല 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 എനിക്ക് ഭയങ്കര, എനിക്കൊരു പരിധി വരെയുള്ള ക്രിറ്റിസിസം ഓക്കെയാണ് അറിയണോ. പരിധി കവിഞ്ഞുള്ള ക്രിറ്റിസിസം വരുമ്പോൾ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു 2 ദിവസമൊക്കെ നമുക്ക് എന്താ ഇങ്ങനെ പറയുന്ന അത്രയും പ്രശ്നമാണോ എന്നൊക്കെ തോന്നും. പക്ഷെ ഞാൻ തിരിച്ച് എനിക്ക് റീകൂപ്പിംഗ്, എനിക്കൊരു സാധനം ഇമ്മീഡിയറ്റ് പറയുമ്പോൾ ചിലപ്പോൾ ഹേർട്ടായാലും എനിക്കത് എടുക്കാൻ പറ്റും. അപ്പോൾ അതിനുള്ള ആ ക്യാരക്ടർ, അങ്ങനെയാണ് ചോദിച്ചത്. ആ ക്യാരക്ടർ ബാധിച്ചിട്ടുണ്ടോ? ഇല്ല ഒന്നുമില്ല. ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത് ഞാൻ ഷൂട്ടിനേക്കാളും ഡബ്ബ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത പടം അത്. ഞാൻ ഏറ്റവും എൻജോയ് ചെയ്ത ഡബ്ബ് മൂന്തനുണ്ണിയുടെ ആയിരുന്നു. ഡബ്ബിൽ ഒരു ഡയറക്ടർ ഒരു സിനിമ ഉണ്ടാക്കുന്നത് ഞാൻ കണ്ട പടം അത്. അബി ഷൂട്ട് ചെയ്ത പടം ഒന്നാണ്, ഡബ്ബിലും എഡിറ്റിലും നിന്നിട്ട് അവൻ ഉണ്ടാക്കിയ പടം വേറൊന്നാണ്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിരുന്നു. ഒരു ഡയറക്ടർ ഇങ്ങനെ സാധനങ്ങൾ മാറ്റുന്നത്. ഈ സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടും അസോസിയേറ്റ് ഡയറക്ടറായിട്ടും നിൽക്കുന്ന ആൾക്കാർ സിനിമ ചെയ്താൽ ആ സിനിമ വർക്കാവാതിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു പൊതുവെ. സീനിയർ ഡയറക്ടേഴ്സിൻ്റെ ഒക്കെ അസോസിയേറ്റ്സ് പലപ്പോഴും സിനിമ ചെയ്തിട്ട് അത്ര ഹിറ്റായില്ല. പക്ഷെ വിനീതേട്ടൻ്റെ ഒരു പക്ഷേ ഇപ്പോൾ കമൽ സാറിൻ്റെ അസോസിയേറ്റ്സ് അങ്ങനെ ഒരു പറയുന്നുണ്ട്. ആഷിക്കപ്പോൾ വിനീതൻ്റെ അസിസ്റ്റൻസ് എല്ലാവരും സിനിമ ചെയ്യുന്നു, ആ സിനിമകൾ വർക്കാവുന്നവർക്ക് വേറെ രീതിയിൽ. ഞാൻ ചോദിക്കുന്നത് ബേസിലിൻ്റെയും ആ ഒരു പീരീഡ് കഴിഞ്ഞു, ഇനിയും വേണമല്ലോ ആൾക്കാർ. അത്തരം ശ്രമങ്ങളും അത്തരം ടാലൻസിനെ കണ്ടെത്തുന്നതും ഒക്കെ നടക്കുന്നുണ്ടോ ഇപ്പോൾ? ഇല്ലില്ല, പലതും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദൈവാധീനം പോലെയാണ്. ഇപ്പം ചില ആൾക്കാരുടെയൊക്കെ ഷോർട്ട് ഫിലിം ഒക്കെ കണ്ട് എനിക്ക് ഇഷ്ടപ്പെടുത്തൊക്കെ ഞാൻ വിളിച്ചിട്ടുണ്ട്. ചില ആൾക്കാരൊക്കെ ഇങ്ങനെ എനിക്ക് പലപ്പോഴും അങ്ങനെ വരുന്നു. എൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര മാജിക് പോലെയാണ്. എനിക്ക് ആൾക്കാരിങ്ങനെ എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കും, എങ്ങനെയെങ്കിലും കൊണ്ടുതരും. അത് ഞാൻ ആക്ച്വലി ദൈവത്തിനെ ചോദ്യം ചെയ്ത് പിന്നീട് എൻ്റെ അനുഭവം കൊണ്ട് ദൈവവിശ്വാസിയായ ആളാണ്. അപ്പോൾ ഞാൻ പറയുന്നത് മറ്റേ ഐഡൽ വർഷിപ്പോ അതോ കാര്യങ്ങളോ ഒന്നുമല്ല, ഒരു പ്രസൻസ് ഉണ്ട്. എനിക്കത് പല സമയത്തും ഫീൽ ചെയ്തിട്ടുണ്ട്. ഒരു റോങ് ആയിട്ടുള്ള തീരുമാനം നമ്മൾ എടുക്കും, പക്ഷെ അത് നടക്കില്ല, അത് ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കും, എങ്ങനെയെങ്കിലും അത് ബ്ലോക്ക് ആയിക്കൊണ്ടിരിക്കും. എന്നിട്ട് വേറൊരു ഡയറക്ഷനിൽ ഇത് പോകും, അത് ഭംഗിയായിട്ട് നടക്കും. ഇതെൻ്റെ ലൈഫിൽ ഒരുപാടായി. അപ്പം നമ്മൾ എടുക്കുന്ന തെറ്റായ തീരുമാനങ്ങൾ കാരണം സംഭവിക്കുന്നതൊക്കെ തേഞ്ഞു മാഞ്ഞു പോകും. എന്നിട്ട് ശരിയായ വഴിക്ക് നമ്മളിങ്ങനെ പോകും. അത് നമ്മുടെ ചോയ്സ് ആയിരിക്കില്ല, അതങ്ങനെ കൊണ്ടുപോകും. അപ്പോൾ എനിക്ക് ഒരുപാടായി കഴിഞ്ഞപ്പോൾ എനിക്കിപ്പോൾ ഒരു ശക്തി, അത് കുറച്ച് നാളായിട്ട് നമ്മുടെ അനുഭവമാണല്ലോ നമുക്ക് ഓരോ കാര്യങ്ങൾ തോന്നിപ്പിക്കുന്നത്. അപ്പം അമ്മയുടെ വഴിയാണ് അമ്മ വിശ്വാസിയില്ല. അമ്മ ദൈവവിശ്വാസിയാണ്. പക്ഷെ അമ്മ മറ്റേ എല്ലാ അമ്പലത്തിലും കയറിയിട്ട് പ്രാർത്ഥിക്കുന്ന ആളാണ്. ഞാൻ അങ്ങനെയില്ല. എനിക്ക് ചില സ്ഥലങ്ങളിൽ പോകാൻ ഇഷ്ടം, ചില സ്ഥലങ്ങളിൽ പോയി ഇരിക്കാനൊക്കെ ഇഷ്ടം. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഞാൻ പോകാറുണ്ട്. ദർശനോട് സംസാരിച്ചപ്പോൾ ഉള്ള ഒരു ഇൻപുട്ട്, ഈ മ്യൂസിക് വെച്ചിട്ട് ക്യാരക്ടേഴ്സിനെ ബിൽഡ് ചെയ്യുകയും ആക്ടേഴ്സിനെ ബിൽഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഫോളോ ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞു. അത് സിനിമയ്ക്ക് ബെനിഫിറ്റ് ആവും, പല രീതിയിൽ ബെനിഫിറ്റ് ആവും. അതൊക്കെ തന്നെയായിരുന്നോ ഇപ്പോഴും ഒരു മേക്കിംഗ് പ്രോസസ്സിലുണ്ടായിരുന്നു? അതിൻ്റെ ഒരു മെയിൻ സംഭവം എന്താണെന്ന് വെച്ചാൽ വിനു, ഇപ്പോൾ നമ്മളൊരു സെറ്റിൽ നിൽക്കുന്ന സമയത്ത് ഇപ്പം ഞാനും വിനും ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് അപ്പുറത്തൂടെ പോകുന്ന ഓട്ടോ നമ്മുടെ ചെവിയിൽ വരുന്നുണ്ട്, അവിടുന്ന് പാസ് ചെയ്ത് വരുന്ന സൈക്കിള്, ഇപ്പോൾ പാസ് ചെയ്ത കാറ്, ഈ ശബ്ദങ്ങളെല്ലാം നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. പക്ഷേ ഇവിടെ നമ്മളൊരു ബ്ലൂടൂത്ത് സ്പീക്കറിൽ ഒരു പാട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനമൊക്കെ കുറച്ച് ഡിസ്റ്റൻസിൽ പോകും, നമ്മുടെ ശ്രദ്ധ ഇതിലേക്കാവും, നമുക്കപ്പോൾ ഫോക്കസ് ചെയ്യാൻ പറ്റും. അതാണ് മ്യൂസിക്കിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് നമുക്ക് ഒരു ഫോക്കസ് ഉണ്ടാക്കും. ഇപ്പോൾ സെറ്റിലേക്ക് ആക്ടേഴ്സ് വരുന്ന സമയത്ത് അവർക്ക് എപ്പോഴും ആക്ടേഴ്സാണല്ലോ ഏറ്റവും കൂടുതൽ കുറ്റം കേൾക്കുന്നത്.
ഇപ്പോൾ തൊട്ട് മുമ്പ് സോഷ്യൽ മീഡിയയിൽ ഒരു ഹെയ്റ്റ് കമൻറ്റ് വായിച്ചിട്ടായിരിക്കും ചിലപ്പോൾ വന്ന് സെറ്റിൽ നിൽക്കുന്നുണ്ടാകുക. ബാക്കിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അത് വിഷയമല്ല. ടെക്നീഷ്യൻസിനെ ആരും കാണുന്നില്ലല്ലോ. ഇവർ ചിലപ്പോൾ ആ സമയത്തുള്ളൊരു ഫോൺ കോളിലോ അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പ് കണ്ടിട്ടുള്ള എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് വന്നാലും ക്യാമറയുടെ മുമ്പിൽ ചെന്ന് നിൽക്കണ്ടേ. അപ്പോൾ അവരുടെ ആ ഒരു ഒരു ആ ഒരു സമയത്ത് നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ആ ക്യാരക്ടറിന് വേണ്ട മാനസികാവസ്ഥ എന്താണെന്നുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മ്യൂസിക് ഹെൽപ്പ് ചെയ്യും. മ്യൂസിക് പെട്ടെന്ന് നമ്മളെ ബാക്കിയുള്ള സാധനത്തൊന്നും അങ്ങ് ഡിസ്ട്രാക്ട് ചെയ്യും. നമുക്ക് എന്തിലാണോ ഫോക്കസ് ചെയ്യേണ്ടത് അതിലേക്ക്. ഇപ്പോൾ ജിമ്മിൽ പോകുമ്പോൾ ആൾക്കാർ വർക്കൗട്ട് ചെയ്യുമ്പോൾ പാട്ട് കേൾക്കുന്നില്ലേ? എന്തുകൊണ്ടാണ്? നല്ല ഭയങ്കര അപ്ബീറ്റായിട്ട് അനിരുദ്ധിൻ്റെ പാട്ട്, സുഷിൻ്റെ പാട്ടൊക്കെ കേൾക്കുമ്പോൾ 2 എണ്ണം കൂടുതൽ അടിക്കാൻ തോന്നും. ഇത് തന്നെയാണത്, ഫോക്കസ് കിട്ടും. അപ്പോൾ അത് ഇപ്പോൾ ദർശന സെക്കൻഡ് ഹാഫ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന സമയത്ത് ഒരു ഭയങ്കര ഹാർട്ടി ആയിട്ട് അവളൊരു ചിരി ഇരിച്ചിട്ട് എന്നോട് പറഞ്ഞു, വിനീതേട്ടാ ഇറ്റ് ഫീൽസ് സോ ഗുഡ് ടു ബി ബാക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി ദർശന നല്ല മൂഡിലാന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ പറഞ്ഞു, ദർശന ഇപ്പം ഞാൻ ആലോചിക്കുന്ന എൻ്റെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഒരു പാട്ട് പ്ലേ ചെയ്യാം, ഈ ക്യാരക്ടറിൻ്റെ മാനസികാവസ്ഥ. അപ്പോൾ അവൻ കെട്ടാൻ പോവുക ആൻ്റണി എന്ന് പറയുന്ന സീനാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഉള്ള പാട്ട് ഏതാണെന്ന് ഞാൻ കേൾപ്പിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ദർശനയ്ക്ക് ഞാൻ ജിഗർ ദണ്ഡയിലെ ദശയും എഴൻ്റെ എന്ന് പറഞ്ഞാൽ അതായത് ഡയറക്ഷൻ നഷ്ടപ്പെട്ടു എന്നാണല്ലോ പറയുന്നത്. ആ പാട്ട് ഞാൻ ചുമ്മാ പ്ലേ ചെയ്തു. വേറെ ഒന്നും പറയേണ്ടി വന്നില്ല ദർശനയുടെ അടുത്ത്. കാരണം അഭിനയിക്കാൻ ഫിനോമിനൽ ആർട്ടിസ്റ്റാണ്. നമുക്കൊന്നും ബ്രീഫ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ വെറുതെ ഡയറക്ടറാണ് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പാട്ടിട്ട് കൊടുത്തു, ദർശനം അത് ചെയ്തു. ആദ്യം ഭയങ്കര ഇമോഷണലായിട്ട് ചെയ്തു. അപ്പം ഞാൻ അത്രയും വേണ്ടാന്ന് പറഞ്ഞു. അതിനുശേഷം വന്നിട്ട് സെക്കൻഡ് ടേക്കിൽ അത് ക്ലീനായിട്ട് ഔട്ട്പുട്ട് വന്നു. അതാണ് പലപ്പോഴും നമ്മൾ ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് ഒരുപാടൊന്നും പറയേണ്ട കാര്യമില്ല. അവർ ട്രെയിൻഡാണ്. അപ്പം നമ്മൾ അവരെ ആ മാനസികാവസ്ഥയിലേക്ക് എത്തിച്ചാൽ മാത്രം മതി. അപ്പോൾ പുതിയ ആൾക്കാരാണെങ്കിലും അതെ, സീനിയേഴ്സ് ആണെങ്കിലും അതെ. നമ്മൾ കാസ്റ്റ് ചെയ്യുന്നത് ഓഡിഷനൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ. അപ്പോൾ അഭിനയിക്കാൻ അറിയുന്ന ആൾക്കാരെയാണല്ലോ നമ്മൾ കാസ്റ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ അന്നത്തെ ഹീറാനോ സെഷനിലെ വിനീതേട്ടൻ പറഞ്ഞ് 2 തരത്തിൽ സിനിമ ചെയ്യാം. ഒന്ന് ഹൃദയത്തിൽ നിന്നും സിനിമ ചെയ്യാം, ബുദ്ധി ഉപയോഗിച്ച് സിനിമ ചെയ്യാം. അപ്പം ഇത് ഹൃദയത്തിൽ നിന്ന് ചെയ്ത സിനിമയിൽ വരുന്നത് തന്നെയാണ്. ആണ് ആണ് അത് ഒന്ന് അതിൻ്റെ ഇപ്പോൾ ഹൃദയം എന്ന് പറയുന്ന സിനിമ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലൊരു എക്സ്പീരിയൻസ് ഇനി ഉണ്ടാവുമെന്ന് അറിയില്ല ഇതിനും. ഒന്ന് ആ കോവിഡിൻ്റെ സമയവും 2 കൊല്ലം ഒരു സിനിമ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്ന ഒരു സിറ്റുവേഷൻ അതിനു മുമ്പ് ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവാണ്ടിരിക്കട്ടെ. അപ്പോൾ ഹൃദയം എപ്പോഴും ഒരു 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 സ്പെഷ്യൽ പ്ലേസ് ആ പടത്തിന് ഉണ്ടാവും. പക്ഷെ ഇത് ഞാൻ ഇത്രയും കാലം ഒരു സബ്ജക്റ്റിൻ്റെ കൂടെ സഞ്ചരിച്ചൊരു സിനിമ ഇതായിരിക്കും. അത് ഫുൾ ബ്ലോൺ ആയിട്ട് ഡെവലപ്പ് ആയത് കഴിഞ്ഞ വർഷമാണ്. പക്ഷെ പല 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 ശകലങ്ങളായിട്ട് ഇങ്ങനെ ഓരോ വർഷവും ഇങ്ങനെ ആഡായി അവിടെ ഇവിടെയും കേട്ടതും അറിഞ്ഞതും എല്ലാം ആഡായി വന്ന് ഇത് എഴുതി കഴിഞ്ഞിട്ടും നമ്മൾ ചെയ്യുന്ന സമയത്തും കുറേ കാര്യങ്ങൾ ഷൂട്ടിനിടയിലും നമ്മൾ ഇംപ്രവൈസ് ചെയ്തിട്ടുണ്ട്. അത് എൻ്റെ ഭാഗത്തുനിന്ന് മാത്രമല്ല, ഇപ്പോൾ ആ വേൾഡ് എല്ലാവർക്കും ഭയങ്കര ഫാസിനേറ്റിംഗ് ആണല്ലോ. 70കളിലെ മദിരാശി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇടയ്ക്ക് ഞങ്ങൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രിയനങ്ങൾ വന്നിരുന്നു. അപ്പോൾ ഞങ്ങൾ കോടമ്പാക്ക ആക്ച്വലി ഞങ്ങൾ സെറ്റ് ഇടുക ചെയ്ത സ്ട്രീറ്റ്സും കാര്യങ്ങളും എല്ലാം ഫുൾ സെറ്റ് ഇട്ടിട്ട് വന്ന് അതിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ അതൊരു ശരിക്കും ലൈവായിട്ടുള്ളൊരു സ്ട്രീറ്റ് പോലെ നമുക്ക് തോന്നും, ക്രൗഡൊക്കെ പാസ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ പ്രിയനങ്ങൾ വന്ന് കണ്ടിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ പഴയ കോടമ്പാക്കം പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ വൈജി മഹേന്ദ്ര അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം വന്നപ്പോൾ പറഞ്ഞു, അപ്പടിയേ അന്ധകാലം മാതിരി ഇരിക്കുന്നു പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു ഞാൻ അങ്ങനെ വർക്ക് ചെയ്യുന്ന ആദ്യമായിട്ട് അങ്ങനെ ഒരു സെറ്റ് പീസസ് ഒക്കെ ബിൽഡ് ചെയ്ത് അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിൽ. ശരിയാണ്, സെറ്റുകൾ അങ്ങനെ വേണ്ടി വന്നിട്ടില്ലല്ലോ. ആകെ കൂടെ ഹൃദയത്തിൽ നമ്മൾ ആ ആലിയുടെ ഒരു സെറ്റ് മാത്രമേ അങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങൾ ചെയ്തിട്ടുള്ളൂ. ഇതൊരു വേൾഡ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് ഷൂട്ട് ചെയ്യുന്ന ഒരു പരിപാടിയൊക്കെ ഫസ്റ്റ് ടൈം. ഒരു ജാതകം വരികയാണ് ആക്ടറായിട്ട്, അങ്കിളിൻ്റെ ഫിലിം. അതെ, അത് ഈ പറഞ്ഞ പോലെ മറ്റൊരു ആക്ടർ എന്നുള്ള രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാനുള്ള സാധ്യതയുള്ള അതിൽ ഒരു നാണമില്ലാണ്ട് ചെയ്തിട്ടുണ്ട്. കുറുക്കനൊക്കെ പോലെ. അതെ. അപ്പോൾ അതൊരു വേറൊരു കൈൻഡ് ഓഫ് സിനിമയാണ്, ഞാൻ അറ്റംപ്റ്റ് ചെയ്യാത്ത കൈൻഡ് ഓഫ് സിനിമയാണ്.
ഇപ്പം ഞാൻ ഇതുവരെ സിനിമ കണ്ടിട്ടില്ല, ഓ. അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനും ഇങ്ങനെ വെയിറ്റ് ചെയ്യണം അത് കാണാൻ വേണ്ടിയിട്ട്. ഈ ലീഫ് പോലെ ലീഫിനോടൊരു ഒരു കണക്ഷൻ, ഒരു പേഴ്സണൽ കണക്ഷൻ വെച്ചിട്ടാണ് ലീഫി സ്റ്റോറീസ് ഉണ്ടാവുക. ലീഫ് പോലെ വിനീതേട്ടനെ കണക്ട് ചെയ്യുന്ന ഒരു എനർജി തരുന്ന, ഒരു ഗുഡ് വൈബ് തരുന്ന ഒരു തിങ് ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ ഒരു സ്പേസ് ആവാം. എനിക്ക് എൻ്റെ സുഹൃത്തുക്കളും പിന്നെ എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, അതൊക്കെ തന്നെയാണ്. ദിവ്യ, മെയിനായിട്ട് ദിവ്യ എനിക്കൊരു ഭയങ്കര സപ്പോർട്ടാണ്. മധുപകരു എന്നൊക്കെ ഞാൻ പാടാനുള്ളൊരു ഇതിലല്ല വന്ന്, ഞാൻ നോക്കാം. മധുപകരൂ നീ താരകേ, മനസ്സിലെ മോഹം നീയേ, നീ അധരങ്ങൾ ചേരുന്നേരം മായികലോകം പുൽകുന്നേ പുന്നാരേ, കൊതിച്ചിട്ടും വരാനെന്തേ വൈകിനി, എത്ര വിളിച്ചിട്ടും വരാതെങ്ങോ നിന്നു നീ. എഴുതുമ്പോൾ അങ്ങനെ ഒരു ആലോചന ഉണ്ടായിരുന്നു എന്തെങ്കിലും? ഇല്ല, ഞാനിത് മനുവിനെ കൊണ്ട് എഴുതിക്കണം എന്ന് വിചാരിച്ചതാ. ഇത് മനുവിനെ കൊണ്ട് എഴുതിക്കണം എന്ന് വിചാരിച്ച് എങ്ങനെയായിരിക്കണം വരികൾ എന്നൊക്കെ ആലോചിച്ച്. അപ്പോൾ എനിക്ക് പഴയ നീ മധുപകരൂ മലർച്ചൊരിയോ ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ തിരിച്ചിട്ടു വെറുതെ. മെലഡി കിട്ടിയപ്പോൾ മധുപകരൂ നീ താരകേ, അപ്പോൾ അത് കിട്ടി. മനസ്സിലെ മോഹം നീ, അതും വന്നു. പിന്നെ ഹുക്ക് ആലോചിച്ചപ്പോൾ കൊതിച്ചിട്ടും വരാനെന്തേ, അതും കിട്ടി. ഇത്രയും കിട്ടിയിട്ട് പിന്നെ ഞാൻ മനുവിനോട് എങ്ങനെ ചോദിക്കാനാ? ഞാൻ തന്നെ എഴുതി ബാക്കി. ഈ ജൂക്ക് ബോക്സിന്റെ ആ ഒരു അതിനകത്ത് ഡിസ്ക്രിപ്ഷൻസ് വെച്ചിട്ട് അല്ലെങ്കിൽ ഡീറ്റെയിലിംഗ് വെച്ചിട്ട് ടെക്സ്റ്റ് വെച്ചിട്ട് അതിന്റെ കഥ പറയാന്നുള്ള തീരുമാനം ഹൃദയത്തിലുണ്ടായിരുന്നു. അതെ, അതെന്താണ് അങ്ങനെ ഒരു തീരുമാനത്തിന് കാര്യം? അത് ഹൃദയത്തിന്റെ സമയത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തപ്പോൾ നമുക്ക് തോന്നിയതാണ് ഇത്ര എഫേർട്ട് ഇതിനകത്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഇത് ഷെയർ ചെയ്ത ആൾക്കാർക്ക് ഈ എക്സ്പീരിയൻസ് കുറച്ചുകൂടെ എൻറിച്ചിങ് ആയിരിക്കും. നമുക്കിഷ്ടമാണല്ലോ. നമ്മൾ ഇപ്പോൾ എനിക്ക് ഒരു പടം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മേക്കിംഗ് കാണാൻ ഇഷ്ടമാണ്. ഒരു പാട്ട് ഇഷ്ടപ്പെട്ട അതിൻ്റെ റെക്കോർഡിങ്ങിൽ ആരാ വായിച്ചത്, അങ്ങനത്തെ ഡീറ്റെയിൽ അറിയാൻ എനിക്കിഷ്ടമാണ്. അപ്പോൾ ആ ക്യൂരിയോസിറ്റി ഉള്ള ആൾക്കാരുണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഹൃദയത്തിൽ നമ്മളത് തുടങ്ങിയത്. പക്ഷേ അത് ഒരുപാടധികം ആൾക്കാർ ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പോൾ ഇതിലും നമ്മളത് ചെയ്തു. ഗിഫ്റ്റ് ബോണ്ടിയ ക്യാഷുസാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ചേട്ടാ. ഇത്രയും തിരക്കിട്ട ഒരു ഷെഡ്യൂളിനുള്ളിൽ എന്നോട് സംസാരിക്കാൻ വന്നതിൽ ഒരുപാട് താങ്ക് യു. ഇറ്റ്സ് ഓൾവേസ് എ പ്ലഷർ. താങ്ക് യു. ലീഫി സ്റ്റോറീസ് ഗിഫ്റ്റാണ്. ഓ താങ്ക് യു. വീട്ടിൽ കൊണ്ടുപോട്ടെ. താങ്ക് യു.